ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിൻ്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിൻ്റെ ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 6-ാം വാക്യം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ. അത് ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. നാം എല്ലാ സമയം ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ തന്നെ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ഒരു വലിയ ചിന്തയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ മതവിഭാഗക്കാരും എല്ലാ ജാതിയിൽപ്പെട്ടവരും അവരുടെ വിശ്വാസത്തിനനുസൃതമായി ഒരു പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് അല്ലെങ്കിൽ വാതിലടച്ച് അല്ലെങ്കിൽ അറയിൽ കടന്ന് വാതിലടച്ച് നിങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിങ്ങൾക്ക് മറുപടി നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, എന്നോടൊപ്പം പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്പസമയത്തെ വേർതിരിക്കാമോ? പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരിൻ്റെ നടുവിൽ, ദുഃഖത്തിൻ്റെ നടുവിൽ, സങ്കടങ്ങൾ, വേദനകൾ, മഹാവ്യാധികൾ, മാറാ രോഗങ്ങൾ, കടക്കെണികൾ, ജീവിതം തകർന്ന്, കുടുംബജീവിതം തകർന്ന് ഛിന്നഭിന്നമായി കിടക്കുന്ന ജനങ്ങളെ ഹല്ലേലൂയ ഇന്ന് പകൽ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, എവിടെ നോക്കിയാലും കരച്ചിലുകളും കണ്ണുനീരും മാത്രം, സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ ജനം വളരെ വേദനയുടെ സങ്കടത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ, ഇന്ന് പകൽ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ജനത്തെ ദൈവം അനുഗ്രഹിക്കണമേ. അവിടെ പാപങ്ങളെ ക്ഷമിച്ച്, അവിടെ അകൃത്യങ്ങളെ ക്ഷമിച്ച് ഈ ജനത്തിന് സമാധാനത്തിന് അനുഭവം കൊടുക്കുവാൻ, അവിടെ പ്രശ്നങ്ങൾ അവരെ വിടുവിക്കുവാൻ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. കേരളത്തിലും ഭാരതത്തിലും ലോകരാജ്യങ്ങളിൽ ആമേൻ വിവിധ ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നവർ, ആമേൻ ജോലി നഷ്ടപ്പെട്ടവർ, ആമേൻ ജോലി സ്ഥിരമായി നിൽപ്പാൻ കഴിയാതെ, ആമേൻ പലപ്പോഴും വേദനയുടെയും ദുഃഖത്തിൻ്റെയും നടുവിലൂടെ, കണ്ണുനീരിൻ്റെ നടുവിൽ കടന്നു പോകുന്ന ജീവിതങ്ങൾ, ഹല്ലേലൂയ, ഇന്ന് പകൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവർക്കൊരാശ്വാസ സമാധാനം കൊടുക്കണമേ. നല്ല ജോലി കൊടുത്ത് മാനിക്കേണ്ടനായി ഓ ഹല്ലേലൂയ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. തലമുറയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന അനവധി ആളുകൾ തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും ഹല്ലേലൂയ മയക്കുമരുന്ന് അടിപ്പെട്ട് ഈ ലോകത്തിൻ്റെ ജടികമായ ജീവിതങ്ങളൊക്കെ പെട്ട് മാതാപിതാക്കളെ അനുസരിക്കാതെ, സഹോദരങ്ങളെ അനുസരിക്കാതെ, നിയമത്തെ അനുസരിക്കാതെ തൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു കൂട്ടം ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ജനത്തിന് സമാധാനം കൊടുക്കണമേ. തലമുറകൾ മാനസാന്തരപ്പെടുവാൻ അബ്ഗാരി ലോബികളും മയക്കുമരുന്ന് ലോബികളും ഈ ലോകത്തിൻ്റെ ചൂതാട്ട അശ്ലീല എല്ലാ ജീവിത മേഖലയുടെ തലമുറകൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, യുവതിയുവാക്കന്മാർ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് കർത്താവേ ഒരു മോചനം ജനത്തിന് കൊടുക്കണമേ. കണ്ണുനീരിൽ കൂടി കടന്നു പോകുന്ന അനേക ജീവിതങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ വാതിലുകളെ തുറക്കുവാൻ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. മഹാവ്യാധിയാൽ കടന്നു പോകുന്നവർ, വിവിധമായ രോഗത്തിനെതിരായ ആമീൻ കർത്താവെ ഹോസ്പിറ്റൽ അഭയം പ്രാപിച്ചവർ, ആമീൻ മരണാസനിലായിരിക്കുന്നവരുണ്ട്, കടക്കണിയാൽ കടന്നു പോകുന്നവരുണ്ട്, അവർക്കെല്ലാവരും ആശ്വാസം കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബജീവിതം തകർന്ന് ആമീൻ പൊരുത്തപ്പെടുവാൻ കഴിയാതെ തകർന്നുപോയ അനവധി കുടുംബങ്ങളെ കർത്താവെ അവിടുന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. അനവധി കേസുകൾ ഡിവോഴ്സിൻ്റേത് കേരളത്തിലെ കുടുംബ കോടതിയിൽ കെട്ടിക്കിടക്കുമ്പോൾ അതിൽ നിന്നും കർത്താവെ ജനത്തിന് മാനസാന്തരം കൊടുക്കുവാൻ പാപ വഴികളെ വിട്ട് മടങ്ങി വരേണ്ടനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കരയിലും കടലും ആകാശമാർഗം ആമീൻ ജോലി ചെയ്യുന്നവർ, വാഹനം ഓടിക്കുന്നവർ, കരികളിൽ, കമ്പനികളിൽ, ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർ, അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു വിടുതലും ആശ്വാസവും ജനത്തിന് കൊടുക്കണമേ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. ഇന്ത്യയുടെ 6 ലക്ഷത്തിലധികം ഗ്രാമങ്ങൾക്കകത്ത് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും മാർഗമില്ലാതെ അനവധി ആളുകൾ കർത്താവെ കഷ്ടം സഹിക്കുമ്പോൾ അവർക്കെല്ലാം ഒരു ആശ്വാസം കൊടുക്കണമേ. ഭരണ സംവിധാനങ്ങളോട് ദൈവം ഇടപെടണമേ. അധികാരികളുടെ ഹൃദയങ്ങളെ ദൈവം തുറക്കണമേ. ദാരിദ്ര്യത്തിൽ കഴിയുന്ന അനേക കുടുംബങ്ങൾ
സ്വന്തമായി തലയായിപ്പാനിടമില്ലാതെ ഒരു ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, അവർക്കെല്ലാം കർത്താവ് ആശ്വാസം കൊടുക്കുവാൻ ദൈവമേ അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കൊടുക്കണമേ. വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന കടക്കണിയാൽ കടന്നു പോകുന്നവരുണ്ട്. ആമയും വീട് പണിയുവാനും മറ്റ് വിവിധ ആവശ്യം ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, അവരുടെയും വിഷയങ്ങൾക്കൊരു പരിഹാരം കൊടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിവാഹപ്രായം നിൽക്കുന്ന സഹോദരി സൗരമാർ, ആമയെ യുവതിയുവാക്കന്മാരെ ഞങ്ങൾ ഒരിക്കലും ഓർക്കുകയാണ്. ആമയെ മനുഷ്യനേകനായിരിക്കുന്ന നല്ല അതിന് തക്ക തുണയെ കൊടുത്ത ദൈവമേ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ വിവാഹമൊക്കെ നടക്കുവാൻ പ്രാർത്ഥിക്കുകയാണ്. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് തലമുറയെ ദൈവം കൊടുക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, അവർക്ക് ജോലി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കഷ്ടം സഹിക്കുന്ന അനവധി ആളുകൾ, പാപത്തിൻ്റെ ശാപത്തിൻ്റെ കെട്ടിലകപ്പെട്ട് കിടക്കുന്നവർ, എല്ലാവർക്കും ദൈവം വിടുതൽ കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട്, നിരാശപ്പെട്ട് ജീവിക്കുന്ന അനവധി ആളുകളുണ്ട്. അതിന് നടുവിലൊക്കെയും കർത്താവെ ആശ്വാസം കൊടുക്കുവാൻ ഒറ്റപ്പെട്ടു പോയ ജീവിതങ്ങളെയൊക്കെയും അവിടുന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ കർത്താവെ ജനത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്യുമ്പോൾ അവിടുത്തെ മഹത്വമേറിയ കരം ഈ ജനത്തിന് അനുകൂലമായി പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. ഓ ശിരസ് തൊട്ടുള്ളങ്കാല് വരെ വിവിധമായ രോഗങ്ങൾക്ക് അധീനരായി എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, ജന്മനാ വൈകല്യമുള്ളവർ, കർത്താവെ അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നാളുകളായി ഹല്ലേലൂയ വിവിധ സർജറിയിലൂടെ ആമെ കൈകാലുകൾ ബലം ക്ഷയിച്ചവർ, ആക്സിഡൻറ്റിൽ കർത്താവെ എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ തഴഞ്ഞ് കർത്താവെ മരണത്തെ മുഖാമുഖമായി കണ്ട് കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവർക്കെല്ലാം ദൈവം സൗഖ്യം സമാധാനം കൊടുക്കണമേ. ഹല്ലേലൂയ. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുന്നവരായി, പരസ്പരം കർത്താവെ പ്രാർത്ഥിക്കുന്നവരായി, ഒരുവിനോട് പകയുണ്ടെങ്കിൽ അത് പുറത്ത് പരസ്പരം നിരപ്രഭാവിച്ച് ദൈവസ്ഥിതിയിൽ സന്തോഷത്തോടെ ജീവിപ്പാൻ ജനത്തെ ഒരുക്കണമേ. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമേ, ഈ ജനത്തിൻ്റെ വിഷയങ്ങൾക്കൊരു പരിഹാരം കൊടുക്കണമേ. പാപത്തിൻ്റെ വശീകരണത്തിനകത്തും അകപ്പെട്ട് കിടക്കുന്ന അനവധി ജീവിതങ്ങളെ ദൈവം വിടുവിക്കേണ്ടനായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഹല്ലേലൂയ. ഈ ജനം മടങ്ങി വരട്ടെ. വിവിധ പാപസുഖങ്ങൾക്ക് അടിമകളായി കിടക്കുന്നവർക്ക് ഒരു മോചനം കൊടുക്കണമേ. ഹല്ലേലൂയ. അബ്കാരികൾക്ക് മാനസാന്തരം, ആമേ കർത്താവേ, ലഹരി വിൽപ്പനക്കാർക്ക് മാനസാന്തരം കൊടുക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദുർനടപ്പിൽ നടക്കുന്ന ജീവിതങ്ങൾ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, അവർക്കൊക്കെ ഒരു മാനസാന്തരം കൊടുക്കണമായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇന്ന് പകൽ ലോകമെമ്പാടുമുള്ള 800 കോടിയിലധികം ജനത്തിൻ്റെ വിടുതലിനായി അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിടുതൽ ദൈവം അയക്കണമേ. സകലത്തിന്മേലും ദൈവം നീതി വെളിപ്പെടുത്തണം. അനവധി യുവതി യുവാക്കന്മാർ മാതാപിതാക്കളെ കർത്താവെ ആമയും മറച്ച് കർത്താവ് ഈ കടലോരങ്ങളിൽ, ഈ കടൽത്തീരത്ത് അവർ ഉല്ലാസരത വന്നിട്ടുണ്ട്. അവർ മാതാപിതാക്കളോട് ചെയ്യുന്ന വഞ്ചനകളെ, ചതിവുകളെ അവർ ബോധ്യപ്പെട്ട് തെറ്റുകൾ തിരുത്തി അത് ആവർത്തിക്കാതിരിപ്പാൻ ദൈവരോട് കരുണ കാണിക്കണമേ. മാനസാന്തരം കൊടുക്കണമേ. സകലത്തിന്മേലും ദൈവനീതി വെളിപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.